एक मिनट बॉस क्या बोल रहे हो? आप पनवेल का परिवार है, महाराष्ट्र पनवेल. ഞങ്ങൾ ജിബൂട്ടിയിൽ വന്നപ്പോൾ മറ്റേ മിനിസ്റ്റർ ഓൺ ബോർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് വാം വെൽക്കം ചെയ്തു. അതുപോലെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു അവിടെ. അതിനുശേഷം ആണ് വൈകിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വണ്ടിയെ തന്നെ ഞങ്ങളെ കയറ്റിവിട്ടു. അപ്പോൾ അവിടെ അതെല്ലാം അവർ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവിടെ ഇരിക്കും. ഞങ്ങൾ അതിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് അവരെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വളരെ വരച്ചു. ഇതുപോലെ തന്നെ ഈ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോയി വളരെയധികം ഇന്ത്യൻസ് അവിടെ കിടപ്പുണ്ട്. ഇല്ല ഒരുപാട് ആൾക്കാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട് അവിടെ. എന്റെ പേര് ലിജു, പത്തനംതിട്ട. ഈ ബോംബ് ബ്ലാസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ദൂരെ ഇങ്ങനെ സൗണ്ട് കേൾക്കായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ദൂരെ പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ ദൂരെ നിന്ന് വരുന്നുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അത് എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവിടെ ഏതൻ എയർപോർട്ട് കംപ്ലീറ്റ് ബോംബ് ബ്ലാസ്റ്റിൽ പോയെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞത്. അവിടെയുള്ള അറബിക് ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കൂടെ താമസിക്കുന്നവര്. പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യമനിക്കാർക്കൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നുവെച്ചാൽ ഇവര് സ്ഥലം അറിയാതാ ബോംബിടുന്നേ. ഹൂത്തികളാണോ അതോ നേറ്റീവ്സ് ആണോന്നും നോക്കത്തില്ല. ഇന്നടത്ത് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് ബോംബ് ഇടുക. പക്ഷെ അവിടുത്തെ സിവിലിയൻസിനെ അത് ഒരുപാട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ വീട് ഇല്ല. ഞങ്ങൾ മലയാളികൾ ഞങ്ങൾ 3, 4, 5, 6, 8 പേര്. എന്റെ പേര് പ്രിൻസി, സ്ഥലം പത്തനംതിട്ട. ഇല്ല അങ്ങനെ ഇപ്പൊ ആയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പോകുന്ന ശേഷം ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും സാധ്യത. അത്ര രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ വേഗം പോകുന്നത് അവിടുന്ന്. ഇപ്പൊ നമ്മ നേവിയുടെ ഷിപ്പിലാണ് അവിടുന്ന് ജിബൂത്തിലേക്ക് പോയത്. നേവി ഷിപ്പ് വന്ന് രാവിലെ പറഞ്ഞു നേവി ഷിപ്പ് വരുന്നുണ്ട്. അതിൽ കയറി ജിബൂത്തി പോയി. ജിബൂത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് വന്നു. അവർ ഞങ്ങളെ ഇവിടെ ഇറക്കിയത്. സർക്കാർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേവിയുടെ ഭാഗത്ത് നല്ല ഹെൽപ്പായിരുന്നു. എയർഫോഴ്സ് നല്ല സഹകരണമായിരുന്നു. എന്റെ പേര് സനിൽ നാട്ടിക. ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 3 പ്രാവശ്യം ഗൺഷൂട്ട് ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഗൺഷൂട്ട് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. 3ാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അവർ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഓടി നേഴ്സിംഗ് സൂപ്പറിന്റെ വീട്ടിലേക്ക് ടാക്സി വിളിച്ച് ഞങ്ങൾ പോയി. നമ്മുടെ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ്, ശരിയാണ്. ഒരു 3 ഏക്കറോളം 4 ഏക്കറോളം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ ഇതിൽ ഏതിനുള്ളിലാണെന്നും കരുതി നമ്മളെങ്ങനെ അറിയുന്നത്? നമുക്ക് വെച്ച് ഇരിക്കാൻ പറ്റത്തില്ല, വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ തന്നെ ഞങ്ങൾ ഗൺഷൂട്ടാണ്, ബോംബ് ഹെലികോപ്റ്ററിൽ വന്ന് ബോംബ് ഇടുന്നുണ്ട്. ആ സമയത്ത് പോലും അവരുടെ കൈ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൈ കിട്ടിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങി ഓടിപ്പോന്നു.